വർക്ക്ഷോപ്പിൽ വണ്ടി റെഡി ആയിട്ടുണ്ട്. താൻ ചെന്ന് വണ്ടി എടുത്തിട്ട് വാ. ഓക്കെ സർ. സ്റ്റെല്ല, ഈ ചെക്കുകളെല്ലാം ബാങ്കിലിടണം. എന്നിട്ട് 1 ലക്ഷത്തിന്റെ ഡ്രാഫ്റ്റ് എടുത്ത് ബോംബെയിലെ ദേവരായന് അയച്ചു കൊടുക്കണം. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഫോൺ വിളിച്ചോളാം. പിന്നെ ശരി സർ. നോക്കാം. ഹലോ. ഉണ്ട്, കൊടുക്കാം സാർ. ഹലോ മിസ്റ്റർ വിജയകുമാർ. ഞാൻ രാവിലെ മുതൽ നിങ്ങളെ ട്രൈ ചെയ്യായിരുന്നു, കിട്ടിയില്ല. ഞാനിന്ന് ബാംഗ്ലൂർക്ക് പോവുക. നമ്മുടെ ഹോസ്പിറ്റലിന് വേണ്ടി കുറെ എക്യുപ്മെന്റ്സ് ഓർഡർ ചെയ്യണം. ഇനോഗ്രേഷൻ ഡേറ്റ് അടുത്തു വരികയാണ്, ഓർമ്മയുണ്ടല്ലോ? പിന്നെ പറഞ്ഞതുപോലെ മന്ത്രി അനൂപ് ദാസ് തന്റെ ഹോസ്പിറ്റൽ വന്ന് ഉദ്ഘാടനം ചെയ്യും. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഈ കേന്ദ്രമന്ത്രിയുടെ PA ആയിരുന്നിട്ട് എന്താണോ കാര്യം? അതെനിക്കറിയാം, എന്നാലും ഓർമ്മിപ്പിക്കേണ്ടത് എന്റെ കടമയാണല്ലോ. പിന്നെ ഞാൻ വിളിച്ചത് ലണ്ടനിൽ നിന്ന് നമ്മുടെ സൈമൺ ഇമ്മാനുവലിന്റെ മകൻ 2 വർഷത്തെ കോഴ്സിന് വേണ്ടി അവിടെ വരുന്ന പോലെ ഞാൻ പറഞ്ഞിരുന്നല്ലോ. അവന്റെ താമസ സൗകര്യമൊക്കെ റെഡിയാണല്ലോ. പിന്നെ എവരിത്തിങ് ഓക്കെ. ഇത് തുറക്കാനുള്ള ഒരു ഡിപ്ലിക്കോസ് ഉണ്ടായിരുന്നല്ലോ കർത്താവേ, അതെവിടെ പോയി? അവന്റെ ഒരു ഡിപ്ലിക്കോസ് ഇതായിരുന്നു. പീറ്ററെ, ഇത് ഫെർണാണ്ടോ സാറിന്റെ ലണ്ടനിലുള്ള ഫ്രണ്ടിന്റെ മോനാ. പേര് ബെർണി. ഒരു 2 വർഷം ഇവിടെ താമസിക്കുന്നു. നമസ്കാരം. ഇതാ താക്കോൽ. പെട്ടി എടുത്തോളൂ. പ്ലീസ് കം. പ്ലീസ് കം. വീട് ഇഷ്ടപ്പെട്ടോ? വെരി നൈസ്. ഐ ലൈക്ക് വെരി മച്ച്. വരൂ, മുകളിലേക്ക് പോവാം. വരണം സർ. ചെറുതാണെങ്കിൽ ഒരു പോറിൻ ഭാരം. ഞാൻ മറന്നു, കുഞ്ഞിന്റെ പേരെന്താന്നാ പറഞ്ഞത്? ബേണി. സാറിന് എന്ത് ആവശ്യമുണ്ടെങ്കിലും പീറ്ററിനോട് പറഞ്ഞാൽ മതി. അതെ, എന്ത് വേണമെങ്കിലും പറയാം. എന്തും ഈ പീറ്റർ മണിയായിട്ട് ചെയ്തു തരും. ഒന്ന് പതുക്കെ പറയടോ, സാറിന് ചെവി കേൾക്കാം. പിന്നെ ഈ ഡിപ്ലിക്കോസ് എന്തിനാ വെച്ചിരിക്കുന്നത്? അതാണ് വാക്മാൻ, പാട്ട് കേൾക്കാനുള്ള സാധനം. എന്റെ കർത്താവേ, ഞാൻ വിചാരിച്ചു. താൻ ഒന്നും വിചാരിക്കണ്ട. അപ്പൊ സാർ, ഞാൻ ഇറങ്ങട്ടെ. എല്ലാം പറഞ്ഞതുപോലെ വരട്ടെ. താൻ വാടോ. വാടോ. വരുന്നു. മേബിളിനെ വിളിക്കും. ശരി മാഡം. പിന്നെ സാറേ, ഹോസ്പിറ്റലിന്റെ വർക്കൊക്കെ എവിടം വരെയായി? നെക്സ്റ്റ് വീക്കോട് വർക്ക് കഴിയും. ഉദ്ഘാടനത്തിന് ഞങ്ങളെയൊക്കെ ക്ഷണിക്കണ്ടേ? അതെന്താ രാജമ്മേ അങ്ങനെ ചോദിച്ചത്? ഈ പ്രദേശത്തെ എല്ലാരെയും ക്ഷണിക്കും. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. എന്റെ മോടെ മമ്മിയുടെ സ്മാരകം ഉയരുമ്പോ അതൊരു പ്രസ്ഥാനമായി മാറണം, മാറ്റും. മേബിൾ വരുന്നുണ്ട്, കൊടുക്കാം. ഗുഡ് മോർണിംഗ് ഡാഡി. സോറി, പൈപ്പിൽ വെള്ളം തീർന്നായിരുന്നു. മോളെ, എന്നോട് വേണോ നിന്റെ നുണ? നിന്നെ ഞാൻ ഹോസ്റ്റലിൽ ചേർത്ത് എന്തിനാണെന്നറിയോ? നീ ഒറ്റപ്പെടാൻ പാടില്ല. ഇവിടെ എന്റെ കൂടെ ഇരുന്ന് ബോറടിക്കുന്നതിന് പകരം നിന്റെ കൂട്ടുകാരോടൊപ്പം സന്തോഷമായിട്ട് കഴിഞ്ഞുകൂടെ? സോറി ഡാഡി. സാരമില്ല മോളെ, ഒരു ദിവസമെങ്കിലും ഡാഡി എന്നുള്ള നിന്റെ വിളി കേൾക്കാതെ എനിക്ക് ഉറക്കം വരില്ല. മോളെ എന്നുള്ള വിളി കേൾക്കാതെ എനിക്കും. മോളൊരു കാര്യം ചെയ്യും, ക്ലാസ് കഴിഞ്ഞ് നേരെ നമ്മുടെ വർക്ക് സൈറ്റിലേക്ക് വരണം. ഓക്കെ? ഓക്കെ ഡാഡി. വാടനവരെ ചാക്കിടുക. എന്തിന്? ഈ പെണ്ണൊരു ചുക്കും അറിയില്ല. ഇന്നലെ ബാങ്ക് ജോലിയുള്ള ശോഭയുടെ റൂമിൽ പാടം വിയർത്തൊലിച്ച് പോകുന്നത് ഞാൻ കണ്ടതല്ലേ. എന്റെ വർമ്മ ഏത് ചുമ്മാരി വല്ലവരും കേൾക്കണ്ട. നമ്മൾ പറയുന്നതാ കുറ്റം, അവര് പ്രവർത്തിക്കുന്നതൊന്നും അല്ല. എനിക്കൊന്നും അറിയില്ല. അല്ലെങ്കിൽ നിനക്കെന്തറിയാം? ഈ ലോകം അതിൽ ഒന്ന് നിർത്ത്. മേബിള് വരുന്നു. ഇന്ന് ഏതായാലും ക്ലാസ് കട്ടിയിട്ട് നമുക്ക് തെളിയിക്കണം. എന്നെ പറഞ്ഞ് ഞാനില്ല.
എന്താടി ഡാഡിക്ക് മോക്ക് ഇത്രയും പറയാൻ? അത് എന്നും അതിനെല്ലാം ഒരു ഭാഗ്യം വേണം അല്ലേ മേബിളെ? എനിക്കുണ്ട് ഡാഡി മമ്മി എല്ലാം. എന്താ കാര്യം? നോ സെന്റിമെന്റ്. വരൂ നമുക്ക് പോകാം. നോ നോ, ഐ എം വെരി ഹാപ്പി. ആ അത് കേട്ടാ മതി. പിന്നെ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും ഫെർണാണ്ടസിനോടോ എന്നോടോ പറയാൻ മടിക്കണ്ട കേട്ടോ. ഓ യെസ്. നെക്സ്റ്റ് വീക്ക് ഞാൻ ഫെർണാണ്ടസിന്റെ ഹോസ്പിറ്റൽ ഇനാഗുറേഷൻ വരുന്നുണ്ട്. അവിടെ വെച്ച് കാണാം. ഓക്കെ? ഓക്കെ. നമസ്കാരം. താങ്ക് യു. വന്നാട്ടെ. നമസ്കാരം. ഒന്ന് മാറിനേ, ഒന്ന് മാറി. ഇതെന്റെ മോള്. ഇതവിടെ ഫ്രണ്ട്സാ. നിങ്ങൾ അങ്ങോട്ട് ചെല്ലേ ചെല്ലേ. അയ്യേ. ഓക്കെ, see you. Good night everybody. Bunny. Good night and sweet dreams. Di, induri kunna. Okay, bye. Bye. Wilson, what happened? Come on, tell me what happened. Huh? I have already told you. അവരെന്റെ പെട്ടിയും കിടക്കയും എടുത്ത് വെളിയിലെറിഞ്ഞു. Oh, അത്രേ ഉള്ളോ? You can come and stay with me, okay? താങ്ക് യു. വിൽസന് വല്ലതും കഴിക്കാൻ കൊടുത്തായിരുന്നോ? ഞാൻ കുറെ പറഞ്ഞു നോക്കി, കുഞ്ഞ് വന്നേ കഴിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. വരൂ, നമുക്ക് ആഹാരം കഴിക്കാം. പറ. നമ്മുടെ ഈ പ്രായത്തിലല്ലാതെ എപ്പോഴാടി സ്വീറ്റ് ഡ്രീംസ് കാണുകയും പറയുകയൊക്കെ ചെയ്യാ? 60 വയസ്സിലോ? എന്നാലും അത് കുറച്ച് കടുപ്പായി പോയി എന്റെ വർണ്ണേ. ദേ, നീ ഈ കാര്യത്തിൽ ഇടപെടണ്ട. നിനക്കൊരു ചുക്കും അറിയില്ല. ബണി, what a sweet name. ആ കണ്ണുകൾ കാണണം, എത്ര മനോഹരം. മൊത്തത്തിൽ ആളൊരു ചരക്ക. ബീബിളെ, ഇവിടെ സൂക്ഷിക്കണം. ബണി ഫോറിന് വന്നവരല്ലേ? സോ വാട്ട്, വല്ല എയ്ഡ്സ് കിട്ടും. ടൈം ഈസ് ടു ലേറ്റ്. സോറി മാഡം. ഡോണ്ട് സേ സോറി. സേ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഞാനിപ്പോ വരാട്ടോ. അല്ല മേഡം, പിള്ളേർ ഇടുന്ന് ഉറങ്ങിയായിരുന്നു. ഞാൻ മഴക്കുറങ്ങിട്ട് വന്നത്. ആ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തേക്കും മേഡം. ഒന്ന് വേഗം ചീറ്റിടുന്നു പെണ്ണെ. പോയിട്ട് എന്തായിടി? ഒന്നും കാണാൻ പറ്റിയില്ലടി. അപ്പോഴേക്കതേ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ. എന്റെ പൊന്നു മോളെ, ഒന്ന് കിടക്കാൻ നോക്ക്. കുഞ്ഞ് ഫെർണാണ്ടസ് മുതലാളിയുടെ അടുത്ത് ഫോൺ ചെയ്ത് ഒരു ഡിപ്ലിക്കോസിന്റെ കാര്യം പറഞ്ഞില്ലേ? അതായത്. ആരാ കൊണ്ടുവന്നേ? മുതലാളിയുടെ ഡ്രൈവർ തിലകൻ. എവിടെ വെച്ചു? എന്റെ കർത്താവേ, കാണുന്നില്ലല്ലോ. ഇതാ താക്കോല്. ഒറിജിനലാണെന്നാണ് ജനസംസാരം. പക്ഷേ ഏതെങ്കിലും സാധനം ഇവിടെ ഒറിജിനലായിട്ട് കിട്ടിയിട്ടുണ്ടോടാ? എങ്ങനെയുണ്ട്? ആ, പുക കളയല്ലേ. വലിച്ചോ വലിച്ചോ, ആഞ്ഞു വലിച്ചോ. ആ, ഹായ്. ഓ സോറി. മീറ്റ് മൈ ഫ്രണ്ട് മിസ് വിൽസൺ. ഞങ്ങൾ മനസ്സിലായി. മേബിൾ ഫെർണാണ്ടസ്, ശ്യാമ വർമ്മ, സെറിയ അഹമ്മദ്. സെറിയെ കണ്ടാൽ ഒരു മുസ്ലിം പെണ്ണാണെന്ന് തോന്നുകയില്ല.
അതെ ഞങ്ങളുടെ കൂടെ കൂടിയതിനു ശേഷം നീ കൂടി ഞങ്ങൾ വരട്ടെ. ഓക്കെ. ബേണി ഒരു ദിവസം എന്റെ വീട്ടിലേക്ക് വരണം. എടി ചെറിയ നീ കാര്യം പറ. അറിഞ്ഞില്ലേ, ഒരുത്തി വീട്ടിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. എന്നാ ക്ഷണിക്കാൻ പാടില്ലേ? അങ്ങനെ വാ വഴിക്ക്. അപ്പോ നിനക്ക് അവനോട് പ്രേമം തുടങ്ങിയിരിക്കുന്നു. എനിക്ക് അങ്ങനെയൊന്നുമില്ല. ബേണി എന്റെ ഡാഡിയുടെ ബിസിനസ് പാർട്ട്ണറുടെ മകനാ. That's all. നിനക്ക് എപ്പോ നോക്കിയാലും പ്രേമം ലവിനെ പറ്റി പറയാനുള്ളൂ. അല്ലടി ചെറിയ ഇവള് പറയട്ടെ ബേണിയോട് പ്രേമം ഇല്ലാന്ന്. ഇല്ല ഇല്ലല്ലോ. എന്നാ ഈ ശ്യാമവർമ്മ ബേണിയെ പ്രേമിക്കാൻ പോകുന്നു. അയ്യോ എന്റെ പൊന്നു ശ്യാമേ, എന്നെ ഒന്ന് പ്രേമിക്ക് എന്നും പറഞ്ഞ് ബേണി ഇങ്ങനെ പുറകെ നടക്കല്ലേ. ശരി വർമ്മേ, നടക്കുന്ന കാര്യം വല്ലതുണ്ടെങ്കിൽ പറ. നടക്കാൻ പോകുന്ന കാര്യാ പറയുന്നത്. ചാലഞ്ച് ചാലഞ്ച്. ഇതുങ്ങളെ കൊണ്ട് തോറ്റു. ഹലോ, വാട്ട് ആർ യു സെർച്ചിങ്? അവിടുന്ന് കൊണ്ടുവന്ന ലഹരി തീർന്നു അല്ലേ? ഡോണ്ട് വെറി, നമുക്ക് സംഘടിപ്പിക്കാം. ഇങ്ങനെ ഇവിടെ ഒരു AC മൊബൈൽ തിയേറ്റർ ഉണ്ട്. അതിന്റെ പ്രൊപ്പറേറ്റർ ആൻഡ് ഓപ്പറേറ്റർ മിസ്റ്റർ VK. பாரு பாரு நல்லா பாரு, எம்ஜிஆர் படம் பாரு, எண்ணனை பாரு, எங்க வீட்டு பிள்ளை பாரு, நம் நாட்டில் பிறந்த எண்ணனை பாரு. ഹലോ ഹലോ മോളെ, ഞാനാ ഡാഡി. ആ കാലത്ത് വിളിച്ചപ്പോ ഒരു കാര്യം പറയാൻ മറന്നുപോയി. എനിക്ക് ഓർമ്മയുണ്ട് ഡാഡി. എന്റെ മമ്മി മരിച്ച ദിവസം ഫോട്ടോയിൽ കണ്ട ഓർമ്മയെ എനിക്കുള്ളൂ. എങ്കിലും എനിക്ക് എന്റെ മമ്മിയെ മറക്കാൻ പറ്റുമോ ഡാഡി? അപ്പോ മോളിന്ന് വൈകുന്നേരം എത്തുമല്ലോ. എത്തും. എന്നിട്ട് നാളെ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് മമ്മിയെ കാണണം. ഹലോ, നിങ്ങൾക്ക് സാധനം വേണമെങ്കിലേ ഞാൻ പറയുന്ന കാശ് തരണം. 500 രൂപ. വാട്ട് യു മീൻ 500? ആ, താൻ എന്ത് വിലയ്ക്കാ വാങ്ങിച്ചതെന്ന് ഞങ്ങൾക്കറിയാം. മര്യാദയ്ക്ക് തന്നേ പറ്റൂ. മര്യാദയുടെ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് എന്റെ കയ്യിലുള്ള സാധനം വേണമെങ്കിൽ ഞാൻ പറയുന്ന കാശ് തരണം. അങ്ങനെ അങ്ങ് പോയാലോ? താൻ ആ സാധനം കൊണ്ടെടുക്ക്. ഇപ്പൊ തരാം. ഇന്ന് പിടിച്ചോ. താനിത് വളരെ സൂക്ഷിച്ച് ഡൽഹിയിൽ എത്തിക്കുക. ഞാൻ വിജയകുമാറിന് ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അയാൾ വേണ്ടതുപോലെ ചെയ്തോളൂ. ശരി സർ. യു മേ ഗോ. തിലക വരെ യാത്ര അയച്ചിട്ട് വരും. യെസ് സർ. ഡാഡി, ഇതെന്താ മോളെ ഈ നേരത്ത്? ഇന്ന് കോളേജില്ലേ? ഞങ്ങൾ അങ്കിളിനെ കാണാൻ വന്നതാ. എന്തിനാ? അങ്കിൾ, ഞങ്ങളുടെ കോളേജിന് ഒരു ഓഡിറ്റോറിയം കെട്ടാൻ 7 ലക്ഷത്തിന്റെ ഒരു ഫണ്ട് പിരിക്കണം. ഓ, അപ്പൊ എന്നെ വഹിക്കാനല്ലേ? ആട്ടെ, എത്ര പിരിച്ചു? ഉദ്ഘാടനം അങ്കിളുടെ കൈകൊണ്ട് തന്നെ ആകട്ടെ എന്ന് വെച്ചു. ശരി, ഒരു 500 രൂപ എഴുതിക്കോ. 500? അത് എനിക്കൊരു ഷെയിമല്ലേ ഡാഡി? പിന്നെ എത്രയാ മോള് പറ. ഒരു 1 lakh എഴുതൂ പ്ലീസ് ഡാഡി. ഓക്കെ ഓക്കെ.
എന്റെ മോടെ ആഗ്രഹമല്ലേ? 1 ലക്ഷമെങ്കിൽ 1 ലക്ഷം. അല്ല, നാളെ രാവിലെ 1 ലക്ഷത്തിന്റെ ചെക്ക് കൊടുത്തേക്കണം. താങ്ക് യു ഡാഡി. ആ. ഞങ്ങൾ പോട്ടെ അങ്കിൾ? ഉടനെ പോണോ? വേണം, ഇനി ഒരുപാട് സ്ഥലത്ത് പോവാനുണ്ട്. ബൈ ഡാഡി. ബൈ. ബൈ അങ്കിൾ. സ്റ്റെല്ല എന്താ ഇങ്ങനെ നോക്കുന്നത്? 1 ലക്ഷം എടുത്തു കൊടുത്തതിനാണ്. ഞാൻ ഇല്ല എന്ന് പറഞ്ഞാൽ അവളുടെ മനസ്സ് വേദനിക്കും. അത് അവളുടെ പഠിപ്പിനെ ബാധിക്കും. എന്റെ ലക്ഷ്യം തന്നെ അവളെ ഒരു ഡോക്ടറായി കാണുക എന്നുള്ളതാണ്. നീ മിടുക്കിയാണ്. സാറിന്റെ ആഗ്രഹപ്രകാരം അവളൊരു ഡോക്ടറാവും. വാടി പെണ്ണേ. ഒരായിരം ചിറകുള്ള മോഹം. എടി മേവളെ, വാ നമുക്ക് പോവാം. പോടി. ഞാൻ ഏതൻ തോട്ടത്തിലാ 1000 മോഹങ്ങളുമായി എന്റെ നായകൻ. എനിക്ക് പോടി. 1000 ചിറകുള്ള മോഹം. അവിടെ ഒരു 1000 ചിറകുള്ള മോഹം. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? പിന്നെ നീയാള് കൊള്ളാമല്ലോ. ഇവിടെ നിൽക്ക്, ഞാൻ ഇപ്പൊ വരാം. ശരി. മിസ്റ്റർ ഡി കെ, പോലീസോ? വേഗം വരണം. അയ്യോ ആരെങ്കിലും കാണുന്നതിന് മുമ്പ്. അയ്യോ, നിങ്ങൾ എന്നെ ഗുലുമാല പിടിപ്പിക്കരുത്. താൻ ആ ഗുരു ഒന്ന് കളഞ്ഞിട്ടേ ആ മാലിനെടുക്ക്. അത് വേണോ? ഞാനിത് വിൽക്കുന്ന പാർട്ടി തന്നെ. പക്ഷെ നിങ്ങൾ വിദ്യാർത്ഥികൾ ഇത് കഴിക്കുന്നതിനോട് എനിക്ക് എതിർപ്പുണ്ട്. ഞാൻ സിൻസിയറായിട്ട് പറയുകയാണ്. വേണേ MGRന്റെ ഗുലേബക്കാവിലുണ്ട്, വേണേ കണ്ടേച്ച് പൊക്കോ. ഞങ്ങളെ നോക്കാൻ ഞങ്ങൾക്കറിയാം. താൻ വാചകം അടിക്കാതെ ആ സാധനം എടുക്ക്. ദേ, ആ കൊച്ചിതറിഞ്ഞാൽ ഹോസ്റ്റലിലെ വാർഡൻ ഉണ്ടല്ലോ, ആ കാണ്ടാമൃഗം അറിയും. എന്റെ ബയോസ്കോപ്പ് റോഡിലും ഞാൻ അകത്തുമാകും. അതിനിപ്പോ വാടന്റെ ആവശ്യമൊന്നുമില്ല. താൻ ആരാന്ന് ഞാനിപ്പോ പോലീസിൽ പറഞ്ഞാല് അപ്പ അകത്താവും. അയ്യോ, അങ്ങനെ ചെയ്യല്ലേ. പോലീസ് അറിഞ്ഞാ എന്റെ തല പോവും. തന്റെ തല പോയാ ഞാൻ എന്റെ തല തരാം. താൻ സാധനം എന്താ? തല മാത്രം തന്നോണ്ട് എനിക്കൊരു ഉപയോഗവും ഇല്ല. ഈ തല കൊണ്ട് എനിക്കെന്ത് പ്രയോജനം? ഈ തല ഉള്ളത് കൊണ്ട് ഞാൻ ജീവിക്കുന്നു. ഈ ബയോസ്കോപ്പ് വിത്ത് 3 ലെൻസസ്. എനിക്ക് ഡാഡി മമ്മിയായിട്ടുള്ള ആകപ്പാടെ ഒരു ബന്ധം ഈ മണിയോടെ സ്ലിപ്പ് മാത്രം. മോളെ, മോക്ക് സുഖമാണെന്ന് ഒരു വരി എഴുതിയിരുന്നെങ്കിൽ. എന്താ സാറിയ ആലോചിക്കുന്നത്? ഒന്നുമില്ല. അത് കള്ളം. അതുപോലെ ഡാഡിയും മമ്മിയും കുറിച്ചല്ലേ? സാറിയെ വിഷമിക്കാതെ. ഈ വെക്കേഷന് അങ്ങോട്ട് പോയി അവരെ കാണാലോ. ഇപ്പൊ ഒന്നും ചിന്തിക്കരുത്. പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിക്കാം. ഓക്കേ? കുഴപ്പം കൂടാതെ കാര്യം നടന്നല്ലോ, അത് മതി. അതാണ് ഈ വിജയകുമാറിനും എടുക്ക. ഒറ്റ ഫോൺ, സംഗതി ക്ലിയറായി. ഇവിടെ ക്ലിയറായി. ഇനി ഇതിന്റെ റിയാക്ഷൻ ലണ്ടനിലുണ്ടായാലോ? അതിനെക്കുറിച്ച് താൻ പേടിക്കണ്ട. സൈമൺ ഇമ്മാനുവൽ ഉള്ളിടത്തോളം കാലം ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. ഇന്ന് തന്നെ പോണോ? പോയേ പറ്റൂ. ഇലക്ഷനിലെ വരുന്നത്. ഞാൻ അവിടെ ഇല്ലെങ്കിൽ എല്ലാം കുഴയും. ഫ്ലൈറ്റിന് സമയമായി, ഞാൻ ഇറങ്ങട്ടെ. വന്നിട്ടൊന്ന് കൂടാൻ പോലും പറ്റിയില്ല. അതൊന്നും സാരമില്ല. ഞാൻ പറഞ്ഞത് നീ ചെയ്തിച്ചാ മതി. രാത്രിയിലത്തെ കാര്യമല്ലേ, അതൊക്കെ ഞാൻ അറേഞ്ച് ചെയ്യാം. ഡൽഹി ചെന്നിട്ട് സൈമണെ വിളിച്ച് ഞാൻ വിവരം പറഞ്ഞേക്കാം. ഏതായാലും അടുത്ത ആഴ്ച ഡൽഹിക്ക് വരുന്നുണ്ട്. വരുമ്പോ നിന്നെ കോണ്ടാക്ട് ചെയ്യാം. വരുമ്പോ കോണ്ടാക്ട് ചെയ്യണം. ഓക്കെ. ചെല്ലാ. നമ്മുടെ കുറെ സാധനങ്ങൾ കസ്റ്റംസിന്റെ കയ്യിൽപ്പെട്ടതായിരുന്നു. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. ആ രക്ഷപ്പെടുത്തിയ അധികാരിക്ക് ഞാനൊരു കമ്പനി കൊടുക്കണം. അതല്ലേ പറഞ്ഞു വരുന്നേ. എപ്പോ എവിടെ പോണം അത് പറഞ്ഞാ മതി. ഡോണ്ട് വറി, നിന്റെ കാര്യമല്ലേ, അത് ഞാൻ ഏറ്റു. എനിക്ക് ഈ ധൈര്യം മതി.
എന്താ ഒരു മൂഡൌട്ട്? ഇന്ന് ടോണി വന്നിരുന്നു. നമ്മുടെ കല്യാണക്കാര്യമായിരിക്കുമല്ലോ വിഷയം. അവൻ പറയുന്നതിൽ ന്യായമില്ലേ? എന്റെ കഴുത്തിലൊരു താലി കയറിയാൽ അവനും അഭിനന്ദനത്തിന് പുറത്തിറങ്ങി നടക്കാമല്ലോ. നീ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ മേബിളിന്റെ വിവാഹം കഴിയാതെ ഞാൻ കാത്തിരിക്കാം. പക്ഷേ ടോണിയുടെ ചില ചോദ്യങ്ങൾക്ക് മുൻപിൽ ഞാൻ ചൂളിപ്പോന്നു. അതിന് നീ വിഷമിക്കണ്ട. ഞാൻ ടോണിയെ കണ്ട് സംസാരിക്കാം. പോരെ? സറിയ വരുന്നതിന് മുമ്പ് നമുക്ക് തിരിച്ചു പോണം. ഓ, നീ പോടി. നിന്റെ ഒരു സറിയ ബേണി പീറ്ററെ മുകളിലുണ്ട്, കിടക്കുക. ആള് നല്ല മൂഡിലാ. പീറ്റർ അവിടെ പോന്നു. ഒരു റിലീഫിന് വേണ്ടി ഒരു റിലീസ് പടം കാണാൻ പോവാ. നേരത്തെ ചെന്നില്ലെങ്കിൽ ടിക്കറ്റ് കിട്ടൂല. ഇവിടെ ഒരു ഡിപ്ലിക്കോസ് നടക്കുന്ന ലക്ഷണമുണ്ടെന്നാ തോന്നുന്നേ. ബേണി, 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 നോ രക്ഷ. നീ ഇങ്ങോട്ട് മാറ്. ഞാൻ ഇവിടെ വല്ല സ്റ്റോക്ക് ഉണ്ടോ നോക്കട്ടെ. മേബിൾ, മേബിൾ, മേബിൾ. വരണേ, വരണേ, എനിക്ക് വരണേ. മേബിൾ, മേബിൾ, ഞാൻ അറിയാൻ വന്നിരിക്കുന്നു. വരണേ, മേബിൾ, പ്ലീസ് ഗെറ്റ് അപ്പ്. മേബിൾ, മേബിൾ, പ്ലീസ്, മേബിൾ. വരണേ, പ്ലീസ്. മേബിൾ, പ്ലീസ് ഗെറ്റ് അപ്പ്. എത്ര നാളായി പഴക്കം? ചോദിച്ചു കേട്ടില്ലേ എത്ര നാളായെന്ന്? ഞാൻ ആദ്യമായിട്ടാ. ശ്യാമയോ? ഞാനും. ലുക്ക്, നിങ്ങൾ പറയുന്ന ഈ നുണ ഞാൻ വിശ്വസിക്കണം അല്ലേ? ഇനി ഇത് ആവർത്തിച്ചാൽ എനിക്ക് നിങ്ങളുടെ പേരൻസിനെ വിവരം അറിയിക്കേണ്ടതായി വരും. മാഡം, യെസ്, മയക്കുമരുന്നുകൾ ലോകത്തെ നശിപ്പിക്കും. ദയവായി നിങ്ങളത് ഉപേക്ഷിക്കണം. ഞങ്ങൾ ഒന്നും പറയണ്ട. ദിസ് ഇസ് ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാർണിംഗ്. അല്ലെങ്കിൽ പോലീസിൽ എനിക്ക് വിവരം അറിയിക്കേണ്ടതായി വരും. അണ്ടർസ്റ്റാൻഡ്? അങ്ങനെ പറഞ്ഞു കൊടുക്കും മാഡം. എത്ര പ്രാവശ്യം ഞാൻ അഡ്വൈസ് ചെയ്തെന്നറിയാവോ? ഇനി ഇത് ആവർത്തിക്കട്ടെ. അപ്പൊ കാണാം. ഗോ ഗോ ഗോ. എന്ത് കാണാനാ? കണ്ട എനിക്കും അറിയാൻ പറയാൻ. ഇവരുടെ സ്വഭാവം ഒന്നും ഇവിടെ ആർക്കും അറിയാൻ മേലെന്ന വിചാരം. നമുക്ക് പോവാടെ. മതി. അപ്പോഴേ ബേണി, സിയോ, നാളെ കാണാം. നീ വരണം കേട്ടോ. എന്റെ കർത്താവേ, ഈ പണ്ടാരങ്ങൾ മുഴുവൻ വെടുപ്പാക്കിയ. അല്ല, ഔട്ടാണ്. കിട്ടി. എന്റെ കർത്താവേ, ഈ പീറ്ററിന് കുടിച്ച് ശീലമില്ലാട്ടോ. ക്ഷമിക്കണം. ഇക്കണക്കിനാണെങ്കിലേ ഈ ചെറുക്കിന്റെ ഫോറിൻ മണീസ് എല്ലാം ഔട്ടാവൂല്ലോ. അല്ല, കത്തുന്ന വീടിന്റെ ഊരുന്ന കഴുക്കോല് ലാഭം. ഹലോ, ബേണി ഹിയർ. ഹലോ ബേണി, ഞാൻ അങ്കിളാണ്. ഞാൻ നാളെ ലണ്ടനിൽ പോകുന്നു. ഡാഡിയോടും മമ്മിയോടും വല്ലതും പറയണോ? എനിക്ക് സുഖാണെന്ന് പറഞ്ഞോളൂ. ഓക്കെ ഓക്കെ, വന്നിട്ട് കാണാം. ഓക്കെ അങ്കിൾ. അതെ, ഞാൻ മാർക്കറ്റിൽ പോയിട്ട് വരാം. ഇങ്ങനെ കാണിച്ചാലേ അവിടെ ചെല്ലുമ്പോ കടക്കാരൻ ഇങ്ങനെ കാണിക്കും. അതുകൊണ്ട് അല്പം ഫൈനാൻസ് വേണം. ഐ വോണ്ട് മണി. താങ്ക് യു. നല്ല ഡീപ്ലിക്കോസ്. ബേണി ഉണ്ടോ? അകത്തിരുന്ന് ബേൺ ആവുന്നുണ്ട്. കുറച്ച് വെള്ളം തെളിക്കും.
വാട്ട് യു തിങ്കിങ്? നത്തിങ്. എന്താ ഒറ്റയ്ക്കാണല്ലോ എന്ന്? അവർ രണ്ടുപേരും സിനിമയ്ക്ക് പോയി. ആ, പിന്നെ ഞാൻ വന്നത് സോറി, എനിക്കിപ്പോ ഒന്നും കേൾക്കാവുന്ന മൂടില്ല. ഐ വോണ്ട് ടു സ്ലീപ്. പ്ലീസ് മേമൽ പോയിക്കോളൂ. ഞാൻ ബേണിക്കൊരു ശല്യമാണോ? നോ ശല്യം, നോ ശല്യം അറ്റ് ഓൾ. നൗ ഐ വോണ്ട് ടു സ്ലീപ്, ദാറ്റ്സ് ഓൾ. ബേണി, മേബൽ ഈടെയായിട്ട് കൂടെ കൂടെ വരാറുണ്ടല്ലോ, എന്താ കാര്യം? അവൾ വരുന്നു, പോകുന്നു. ഞാനെന്തു പറയാൻ? നാളെ വല്ല ബർത്ത്ഡേ ഇല്ലേ? ഇൻവൈറ്റ് ചെയ്തില്ലേ? വേണോ? വേണം. பாரு பாரு நல்லா பாரு, எம்ஜிஆர் பாரு, நம் நாட்டை பிறந்த அண்ணனை பாரு, பாரு பாரு பார்த்துக்கிட்டே இரு, பாரு பாரு நல்லா பாரு. അല്ല ഓഫാച്ചാ പാരടാ. അയ്യോ, 1 മണിക്കൂർ ആയല്ലോ. വേണ്ടാ, 1 രൂപ കൊടുത്തിട്ട് 1 മണി നേരം പാക്കറിയാ? പോടാ. ഇനി ഇവിടെ നിന്നാ പ്രയോജനമില്ല, കോളേജ് വിടാൻ സമയമായി. അങ്ങോട്ട് പോ. ചരക്കുണ്ടോ? ഒരു പൊടി, ഒരു പൊടി. കാശെടുക്ക. നാളെ കാശ് തരാം. അലക്കുകാരനോടും മുടിവെട്ടുകാരനോടും ബയസ്കോപ്പുകാരനോടും കടം പറയരുതെന്നാ പ്രമാണം. ഒരു സ്നേഹത്തിന്റെ പുറത്തല്ലേ? കടം നൽകണോ? സ്നേഹം പുഴുങ്ങി തിന്നെ വയറ് അറിയോ? ഇതെന്താ പലചരക്കടയാണോ കടം പറയാൻ? കാശുണ്ടോ ചരക്ക് കിട്ടും, കടം കിട്ടുന്ന വേറെ പലതും ഉണ്ട്. തമാശ വലി പോ പോ. എന്ത് പറയാൻ, കടത്തിന് ചരക്ക് വേണം, കാശ് നാളെ തരാം. ഓരോരുത്തന്മാര് കുറ്റിയും പറിച്ചോടിഞ്ഞ് പോരും. പടം വേണേ ഞാൻ കടം കാണിക്കാം, മറ്റേ പറ്റുമോ? ഇവിടാണ് ആസനത്തിൽ കോഴിമുട്ട വെച്ച ചിക്കൻ ഫ്രൈ ആവുന്ന മട്ടാണ്. എപ്പോഴാണ് അവന്മാര് എന്നെ ബയോസ്കോപ്പോടുകൂടി പൊക്കിക്കൊണ്ടു പോവാന്ന് അറിയില്ല. ഒരു കാര്യം പറയാനുണ്ട്. അക്കാര്യം ഞാൻ ഏറ്റു. യാമിരിക്ക ഭയം എന്നെ പറഞ്ഞത് മറക്കണ്ട. ഇല്ല. തനിക്ക് ഇഷ്ടം പോലെ കാശ് വേണം. ഈ പൊളിഞ്ഞ ബയോസ്കോപ്പ് കളഞ്ഞിട്ട് ഒരു നല്ല 35mm പ്രൊജക്ടർ വാങ്ങിച്ചോണ്ട് നടക്കും, അന്തസ്സുണ്ടാവും. അയ്യോ, ഒന്ന് പിടിച്ചോട്ടെ, കാല് പിടിച്ചോട്ടെ. ഇന്നലെ ബേണിയുടെ ബർത്ത്ഡേ ആയിരുന്നു അല്ലേ? എന്നെ ക്ഷണിച്ചില്ലല്ലോ. ഞാൻ പ്രത്യേകം ആരും ഇൻവൈറ്റ് ചെയ്തിരുന്നില്ല. എല്ലാം വിൽസന്റെ ഏർപ്പാടായിരുന്നു. ബേണിയുടെ ഇന്റിമേറ്റ് ഫ്രണ്ട്സ് എല്ലാം വന്നെന്നറിഞ്ഞു. കുറച്ചുപേരെ ഉണ്ടായിരുന്നുള്ളൂ, അതും എന്നോട് ഇഷ്ടമുള്ളവർ. എന്നാലും എനിക്ക് ബേണിയോട് വലിയ ഇഷ്ടമാ. ബർത്ത്ഡേ ഇന്നലെ കഴിഞ്ഞെങ്കിലും ഇന്ന് ബേർണി എനിക്കൊരു പാർട്ടി തരണം. തരുമോ? ഓ യെസ്, ഐ ആം റെഡി. Cheers. You are so beautiful. Thank you. ബേണി എന്നെ നോക്കി കൊല്ലല്ലോ. അതാണോ കാര്യം? ഞാൻ വിചാരിച്ചു. നീ എന്ത് വിചാരിച്ചു? അതിന് നീ എന്തിനാ ദേഷ്യപ്പെടുന്നത്? സാഹചര്യം ഒത്തു വന്നപ്പോ അവര് ബന്ധപ്പെട്ടു. അങ്ങനെ ഇപ്പൊ ബന്ധപ്പെടണ്ട. നിനക്കറിയാമോ ഞാൻ ബേണിയെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്? അതെല്ലാം ഒരു സ്വപ്നം പോലെ. ടേക്ക് ഇറ്റ് ഈസി.
ഇരിക്കെ. എന്നിട്ട് എന്തുണ്ടായി? സൈമൺ അല്ലേ ആള് ഒരാളിനെ വെച്ച് അവന്റെ ചാപ്റ്റർ ക്ലോസ് ചെയ്തു. യു മീൻ മർഡർ? സംഭവം ഫോണിൽ വെച്ചായതുകൊണ്ട് നമ്മളെ ബാധിക്കില്ല. തൽക്കാലം നമുക്ക് ഈ ബിസിനസ് ഇവിടെ വെച്ച് നിർത്താം, അത്ര തന്നെ. എന്റെ പൊന്ന് വിജയകുമാറെ, കുറച്ചു നാളത്തേക്കല്ല, ഇനി നമുക്ക് ഈ ബിസിനസ്സേ വേണ്ട. എത്ര നാളാ നമ്മൾ ഈ രാജ്യത്തെ വഞ്ചിക്കുക? നിയമത്തിന്റെ പിടിയിൽ അകപ്പെട്ടാലുള്ള ശിക്ഷയെക്കുറിച്ച് നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? ദേവികത സൈമനോടൊന്ന് പറ. താൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ? സൈമന്റെ വലയെന്ന് നമുക്ക് ഊരാൻ പറ്റുമോ? ഊരിയേ പറ്റൂ. എന്നെങ്കിലും എന്റെ മോള് നമ്മൾ നടത്തുന്ന ഈ ബിസിനസ് മയക്കുമരുന്നിന്റെ കള്ളക്കടത്താണെന്ന് അറിഞ്ഞാൽ പിന്നെ അവള് ജീവിച്ചിരിക്കില്ല. ഇത്രയും കാലം അറിയാൻ സൂക്ഷിച്ചില്ലേ? ഇനി അതുപോലെയൊക്കെ നടക്കും. ഞാൻ തീരുമാനിച്ചു. സൈമൺ വന്നാൽ ഞാൻ എന്റെ പാർട്ട്ണർഷിപ്പ് ഒഴിയും. അയാളെ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അയാളുടെ സമ്മതം എനിക്ക് ആവശ്യമില്ല. അതൊക്കെ പിന്നെ തീരുമാനിക്കാം. നീ കഴിക്കാൻ പറ്റുകൊണ്ടൊക്കെ എടുക്ക. സരിയ, മേബിളെ, സരിയയുടെ കത്ത്. മേബിളിനും വർമ്മയ്ക്കും ജീവിതത്തിൽ എല്ലാ സുഖസൗകര്യങ്ങളും ഉണ്ടായിട്ടും എന്റെ പാരന്റ്സിന്റെ സ്നേഹം എന്താണെന്നറിയാതെ വളർന്നവളാണ് ഞാൻ. എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ. നമ്മുടെ തലമുറയിൽ കാരണത്തിന് ഈ ഡ്രഗ്സ് ഉപേക്ഷിക്കും. ഞാനിത് യൂസ് ചെയ്തിട്ടില്ലെങ്കിലും ആ ലഹരി എന്നെ നശിപ്പിച്ചു. ഇനിയും നശിക്കാതിരിക്കാൻ ഞാൻ പോകുന്നു. എന്നെ അന്വേഷിക്കരുത്. എല്ലാവർക്കും ഓരോ വീക്ക്നെസ് ഉണ്ടാവും. പക്ഷേ ഈ മയക്കുമരുന്ന് വീക്ക്നെസ് ഇനിയെങ്കിലും നിങ്ങളത് നിർത്തുക. ഇത് ഉപയോഗിച്ച കാരണമാണല്ലോ സറിയയ്ക്ക് ഇങ്ങനൊരു ഗതികേട് വന്നത്. സാഹചര്യങ്ങളാണ് നമ്മളെ തെറ്റിലേക്ക് വലിച്ചഴിക്കുന്നത്, മനഃപൂർവ്വമല്ല. ഉപദേശിക്കാൻ ഞാൻ ഒരിക്കലും അർഹയല്ല. എങ്കിലും പറയട്ടെ, സറിയ രക്ഷപ്പെട്ടത് ഒരു തരത്തിൽ നല്ലതാണ്. നീ ഇവിടെ വിഷമിക്കാതിരിക്കൂ. ഡാഡി വരട്ടെ. അവൾ എവിടെയുണ്ടെന്ന് നമുക്ക് അന്വേഷിക്കാം. അന്നത്തെ ആ സംഭവത്തിൽ വേണി കുറ്റക്കാരനല്ല. എനിക്കൊന്നും കേൾക്കണ്ട. അഡ്വൈസ് ചെയ്യാൻ വന്നിരിക്കുന്നു. ഇവിടെ നടക്കണമെന്ന് എനിക്ക് അറിയില്ലെന്ന വിചാരം. ഓ, ഇതാണോ കാര്യം? എടാ, ഇക്കാലത്ത് രണ്ടുപേര് സംസാരിച്ച് കണ്ടാൽ അത് പ്രേമമാണെന്ന് കരുതുന്ന നമ്മളാ വിഡ്ഢികൾ. ഇതങ്ങനെയല്ല സർ, രണ്ടുപേരും വളരെ ക്ലോസ് ആയിട്ടാണ് പെരുമാറിയത്. ഇനി അവർക്ക് അങ്ങനെ വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാനതിങ്ങനെ നടത്തിച്ചു കൊടുക്കും. രണ്ടുപേരും ഞാനൊന്ന് കാണട്ടെ. ആ, മോടെ അഭിപ്രായം തുറന്നു പറ. ബേണിയെ വിവാഹം കഴിക്കാൻ നിനക്ക് ഇഷ്ടമാണോ? എനിക്ക് ഇഷ്ടമാണ്. മോളെന്തിനാ മാനിക്കുന്നത്? ഡാഡിക്ക് ഈ ബന്ധം ഇഷ്ടമാ. ഇനി ബേണിയുടെ അഭിപ്രായം അറിയണം. വന്നു. ഹായ് ബേണി, ഇരിക്കെ. എന്തിനാങ്കിൽ അർജുന വരാൻ പറഞ്ഞ്? വളച്ചുകെട്ടില്ലാതെ ഞാൻ കാര്യം പറയാം. മേബിളിന് ബേർണിയെ ഇഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മാരേജ് നടത്താൻ. വാട്ട് മാരേജ്? സോറി അങ്കിൾ, എനിക്ക് ആരോടും ലവും ഇല്ല, ഒരു മണ്ണാങ്കട്ടിയില്ല. ഐ ഹേറ്റ് മാരേജ്. വി ആർ ഓൺലി ഫ്രണ്ട്സ്, ദാറ്റ്സ് ഓൾ. ഓക്കെ അങ്കിൾ, ഞാൻ പോന്നു. മേബിൾ ബൈ. ഇറ്റ്സ് ഓക്കെ ഡാഡി. മോളെ, എനിക്കില്ലാത്ത ദുഃഖം ഡാഡിക്ക് എന്തിനാ? ഞാനൊരു സ്വപ്നം കണ്ടതല്ലേ, ദാറ്റ്സ് ഓൾ. എനിക്കില്ലാത്ത ദുഃഖം ഡാഡിക്ക് എന്തിനാ? ഞാനൊരു സ്വപ്നം കണ്ടതല്ലേ, ദാറ്റ്സ് ഓൾ.
ആ മോളെ കരയാതെ. ആ. ആ. മോളെ ഞാൻ നിങ്ങളെ കുറിച്ച് എല്ലാം അറിഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇനി ഒന്നും ആലോചിക്കാനില്ല. ഞാൻ പറയുന്ന ചില സംഗതികൾ മാത്രം ചെയ്താൽ മതി. എനിക്കതിനുള്ള ധൈര്യമില്ല. തന്നെയുമല്ല, ഇതൊക്കെ തെറ്റല്ലേ? ശരി മാത്രം നോക്കിയാൽ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല ഫെർണാണ്ടസേ. അമ്മയില്ലാത്ത ഈ കുട്ടിയെ ഒരു ജോലി പോലും ഇല്ലാത്ത നിങ്ങൾ എങ്ങനെ വളർത്തും? എത്ര കാലം ഈ ചെറിയ വാടക വീട്ടിൽ നിങ്ങൾ താമസിക്കും? ഭാര്യയെ ചികിത്സിക്കാൻ ഉണ്ടായിരുന്ന കിടപ്പാടം പോലും പറ്റില്ലേ? എന്നിട്ടും നിങ്ങൾക്ക് അവരെ രക്ഷിക്കാൻ കഴിഞ്ഞു? ഇത് വാങ്ങൂ. നിങ്ങൾ ധൈര്യപൂർവ്വം എന്റെ കൂടെ നിന്നാൽ ഈ കുട്ടിയുടെ ഭാവിയെങ്കിലും രക്ഷപ്പെടും. നിങ്ങളെപ്പോൾ ആവഴി വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് ലക്ഷങ്ങൾ നഷ്ടപ്പെടുമായിരുന്നു. അതിന്റെ ഒരു പ്രത്യുപകാരം മാത്രം. ഇത് വാങ്ങൂ. ഞാൻ ഈ കുട്ടിക്ക് കൊടുക്കുന്ന ഒരു ചെറിയ പ്രസന്റേഷനായി കണക്കാക്കിയാൽ മതി. എന്നോടൊപ്പം സഹകരിക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വരും. എന്റെ അഡ്രസ്. വന്ന് വല്ലതും കഴിക്കൂ. മേബിളിന് ബേണിയേക്കാൾ നല്ലൊരു ചെറുപ്പക്കാരനെ കിട്ടും. ഇപ്പൊ അവള് പഠിക്കട്ടെ. വരൂ വരൂന്നേ. എന്താണ് ഭവതി ചിന്തിക്കുന്നത്? മേബിളെ, നിനക്ക് എന്ത് പറ്റി? എന്തിനാണ് നിന്നോടും ബേണിയോടും? അവന്റെ പേര് പോലും എനിക്ക് കേൾക്കണ്ട. എന്താ കാര്യം? നീ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത്? അവനാരാ? കാമദേവനോ? അവന്റെ സൗന്ദര്യം കണ്ടിട്ടല്ല ഞാൻ അവനെ ഇഷ്ടപ്പെട്ടത്. ഐ ഹേറ്റ് മാരേജ് എന്ന്. അവന്റെ വിചാരം ഞാൻ ദുഃഖപുത്രായി തൂങ്ങിട്ടാവുന്ന. അതൊക്കെ മനസ്സിൽ വെച്ചാ മതി. കാണിക്കുന്നേ. ഐ ഹേറ്റ് ഹിം. ഐ ഹേറ്റ് ആ കുട്ടി പ്രഗ്നന്റ് ആണ്. ഞാൻ വാർഡനോട് വിവരങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അബോർഷൻ നടത്തേണ്ട ഘട്ടം കഴിഞ്ഞു. തന്നെയുമല്ല, മേബിൾ മയക്കുമരുന്നിന് അടിമയായിപ്പോയി. ആദ്യം അത് ഗുണപ്പെടുത്തിയാലേ മറ്റതിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റും. ഞാൻ ചെയ്തിരുന്ന ബിസിനസ് എന്നെ വഞ്ചിക്കുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ബേണിയുണ്ടോ? അകത്തുണ്ട്, വിളിക്കാം. കുഞ്ഞെ കുഞ്ഞെ ബേണി കുഞ്ഞെ, ഒന്ന് എണീക്ക്. മുതലാളി വന്നിട്ടുണ്ട്, ഫെർണാണ്ടസ് മുതലാളി. താഴെ കാത്തിരിക്ക, ഒന്ന് എണീക്ക്. ഗുഡ് മോർണിംഗ് അങ്കിൾ. മോർണിംഗ് ബേണി. എന്താങ്കിൾ ഇത്ര രാവിലെ? എനിക്ക് ബേണിയെ ഒന്ന് കാണണമെന്ന് തോന്നി വന്നു. ബേണി ഇന്നലെ പറഞ്ഞത് കാര്യമായിട്ടാണോ? അങ്കിൾ, ഐ ടോൾഡ് യു വി ആർ ജസ്റ്റ് ഫ്രണ്ട്സ്. അതിൽ കൂടുതൽ ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. ബേണി നല്ലതുപോലെ ആലോചിച്ചാണോ ഈ പറയുന്നത്? യാ, നോ, ഒന്നുകൂടെ ആലോചിച്ചു നോക്ക്. എനിക്ക് വേണ്ടിയെങ്കിലും മേബിളിനെ ബേർണി വിവാഹം കഴിക്കണം. നോ അങ്കിൾ, ഐ കാൺട് ഡു ഇറ്റ്.
യു ഹാവ് ടു. നിനക്കറിയാമോ മേബിൾ ഗർഭിണിയാണ്. വാട്ട്? അതേടാ, മയക്കുമരുന്ന് കൊടുത്ത് എന്റെ മകളെ നശിപ്പിച്ചതും പോരാ, നിനക്കിപ്പോ അവളെ വിവാഹം കഴിക്കാൻ പറ്റില്ല അല്ലേടാ? അങ്കിൾ എന്ത് പറഞ്ഞാലും ശരി, മേബിളിന്റെ ഗർഭത്തിന് ഉത്തരവാദി ഞാനല്ല. ഐ വിൽ പ്രൂവ് ഇറ്റ്. നോ. യെസ്. നിനക്കറിയാമോ, എനിക്ക് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലുത് എന്റെ മകളാണ്. അവളുടെ ഭാവി നശിപ്പിച്ചിട്ട് നീ ജീവിച്ചിരിക്കാമെന്ന് കരുതണ്ട. അങ്കിൾ എന്ത് പറഞ്ഞാലും ശരി, മേബിളിന്റെ ഗർഭത്തിന് ഉത്തരവാദി ഞാനല്ല. ബേർണി, അബോർഷൻ നടത്തേണ്ട ഘട്ടം കഴിഞ്ഞു. തന്നെയുമല്ല, മേബിൾ മയക്കുമരുന്നിന് അടിമയായിപ്പോയി. ആദ്യം അത് ഗുണപ്പെടുത്തിയാലേ മറ്റതിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റൂ. സ്റ്റെല്ല, സ്റ്റെല്ല, ഞാനൊന്ന് പുറത്തു പോകുന്നു. എന്റെ മേബിളിനെ എനിക്കിപ്പോ കാണണം. ആ കാറിന്റെ താക്കോൽ എടുത്തിട്ട് വരും. കോൺസ്റ്റബിൾ, ആംബുലൻസിന് ഫോൺ ചെയ്തിട്ട് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യും. ശരി സാർ. ആകോ. പീറ്റർ, ഇങ്ങോട്ട് മാറിക്ക്. സത്യം പറഞ്ഞാൽ തനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. താനെന്തിനാ ബേർണിയെ കൊന്നത്? അയ്യോ സാറേ, ഞാൻ കൊന്നില്ല. പിന്നെ ഇതിനെ തള്ളണം. ഭർത്താവാണ് സത്യം, ഞാൻ കൊന്നില്ല. ഞാനല്ല സാർ, ഞാൻ കിടന്നിരുന്ന മുറി പുറത്തു നിന്ന് കുറ്റിയിട്ടിരുന്നു. രാവിലെ പോലീസുകാർ വന്ന് മുറി തുറന്നപ്പോഴാ ഞാൻ വിവരം അറിയുന്നത്. ബേർണി മരിച്ച ദിവസം ആരെങ്കിലും വന്നിരുന്നു? ആരാ? ഫെർണാണ്ടസ് മുതലാളി. എന്തിന്? ബേർണി കുഞ്ഞുമായി മകളുടെ കല്യാണക്കാരും പറഞ്ഞ് രണ്ടുപേരും വഴക്കിട്ടു. വഴക്കെന്ന് പറഞ്ഞാൽ? മകളെ നശിപ്പിച്ചതിന് നിന്നെ ജീവനോട് വെച്ചേക്കില്ലെന്ന് പറഞ്ഞിട്ടാ പോയത്. എനിക്കൊന്നും വിശ്വസിക്കാനേ പറ്റുന്നില്ല. എന്റെ മകൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോ അത് ബേർണിയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. കാരണം അവർ തമ്മിലുള്ള അത്രയ്ക്ക് അടുപ്പമായിരുന്നു. ആ നിലയ്ക്ക് അത് ചോദിക്കാനായി ഞാൻ അവിടെ പോയി എന്നത് സത്യമാണ്. അപ്പൊ ബേർണി എന്ത് പറഞ്ഞു? അവനെല്ലാം തീർത്തു പറഞ്ഞു. മകളോട് ചോദിച്ചില്ലേ? അവൾക്കറിയില്ലെന്ന് പറഞ്ഞു. ആ, അതിനർത്ഥം മകളെ ലഹരി കഴിച്ച് ബോധം കെട്ട് കിടന്നിരിക്കണം. ഡോക്ടർ പറഞ്ഞപ്പോഴാ ഞാനത് അറിഞ്ഞത്. ഞാൻ അറിഞ്ഞത് സത്യമാണെങ്കിൽ മേബിളും ബേർണിയും മറ്റും ലഹരി മരുന്നുകൾ കഴിച്ചാണ്. ഈ ഏരിയ മയക്കുമരുന്നിന്റെ കോട്ടയാണ്. മരണത്തിന്റെ റീസണും അവിടെ നിന്നാകണം. ശരി, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ബുദ്ധിമുട്ടിയതിൽ ഓക്കെ, ഇത് നിങ്ങളുടെ ഡ്യൂട്ടിയല്ലേ? ശരി, പിന്നീട് വരാം. देखो देखो अनिल कपूर का पिक्चर देखो, अच्छा देखो. ജീവിക്കാനും സമ്മതിക്കുന്നു. ഇവിടുത്തെ വെക്കാം, അമ്മരെല്ലാം വലിച്ചു കൊടുത്തോണ്ട് പോകും. സാറന്മാർക്ക് കാണാൻ പറ്റിയ പടമൊന്നും എന്റെ ഇല്ല. അത് ഞങ്ങൾ തീരുമാനിച്ചോളാം. തന്റെ കയ്യിൽ പേരെല്ലാം പടങ്ങളുണ്ട്. എന്റെ മമ്മൂട്ടി, മോഹൻലാൽ, രജനീകാന്ത്, കമലഹാസൻ, വിഷ്ണുവർദ്ധൻ, നാഗാർജുനൻ എന്നിവരുടെ പടങ്ങളേ ഉള്ളൂ. ഇതിലെത്ര ഏർപ്പാടുണ്ട്? AUAU XAXA എല്ലാ സാമ്പിളിനും ഓരോന്നുണ്ട്. കുറച്ച് എരിവും പുളിയും, എങ്കിലേ കാണുന്നവർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവൂ. BS ഉണ്ടോ? അങ്ങനെ ഒരു പടം ഉണ്ടോ? അതെന്തോന്ന് BS? തനിക്കറിയില്ലേ? ഇല്ല, ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. തനിക്കതിന്റെ അർത്ഥം അറിയില്ല? ഇല്ല. എന്നാലേ ഞാൻ പറഞ്ഞുതരാം. അയ്യോ, അത് ഇംഗ്ലീഷ് ഫിലിം അല്ലേ? ഐ ആം ഓൺലി ഇന്ത്യൻ മലയാളം മൂവി. സാറുണ്ടോ? ഇല്ലല്ലോ, ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുക. ഒറ്റയ്ക്കാണോ? അതെ, പിന്നെ ഡ്രൈവർ തിലക്? ഒരാഴ്ചയായിട്ട് ലീവിലാണ്. ഓ ശരി. അവന്റെ വീട് എവിടെയാണ്? ശരിക്കറിയില്ല, ഹോസ്പിറ്റലിനടുത്ത് എവിടെയോ ആണ്. ഞാൻ വന്നിരുന്നു എന്ന് പറഞ്ഞേക്കും. ശരി, വരട്ടെ.
ആരാ സ്റ്റെല്ലേ? ഇൻസ്പെക്ടർ ആയിരുന്നു. പിന്നെ അന്വേഷിച്ചേ. ഇതെല്ലാം എവിടെ ചെന്ന് നിൽക്കുമെന്ന് എനിക്കൊരു രൂപമില്ല. ഹലോ, ആര്? വിജയകുമാർ സാറാണോ? ഹലോ, എന്താ വിജയകുമാർ? ലണ്ടനിൽ വരെ അറിയിച്ചോ? സൈമൺ എന്നത്തേക്ക് വരും? അത് ശരി. താൻ ഇങ്ങോട്ട് ഇപ്പൊ വരണ്ട. ഇതൊന്ന് ഒതുങ്ങുന്നത് വരെ ഫോൺ കൂടെ ചെയ്യരുത്. ഇല്ല ഇല്ല. ഓക്കെ, നിൽക്കട്ടെ. സൈമൺ സാർ വരുന്നുണ്ടെന്നോ? ദ ഗ്രേറ്റ് സൈമൺ ഇമ്മാനുവൽ വരുന്നു. സ്വന്തം മകന്റെ മരണകാരണം അറിയാൻ. ആ, വരട്ടെ. ഞാനൊന്ന് ഹോസ്പിറ്റൽ വരെ പോയിട്ട് വരാം. ആര് വിളിച്ചാലും ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞേക്കണം. തിലകി വിളിച്ചാലും അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. ശരി. ഹലോ, തിലകാണോ? നിന്നെ അന്വേഷിച്ച് പോലീസോട് വന്നിരുന്നു. ശരി, ഞാൻ നോക്കിക്കോളാം. സത്യമായും ഞാൻ കൊന്നിട്ടില്ല. നീയാണോ ചെയ്തത്? അല്ല, ഞാനല്ല. ശരി, നീയല്ല. നിനക്ക് എവിടുന്ന മയക്കുമരുന്ന് കിട്ടും? പേരിന് തന്നതാ. അതെ സാർ. ഒരുത്തിനെ കൊന്നിട്ടൊന്ന് ഒളിച്ചിരിക്കലടാ. ബേർണിയുടെ മരണവുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല സാർ. ഓ, പിന്നെ മയക്കുമരുന്നുമായിട്ടാ നിനക്ക് ബന്ധം? ഞാനത് ഉപേക്ഷിച്ചിട്ട് 3-4 മാസമായി. നുണ പറയുന്നത് സൂക്ഷിച്ചു വേണം. നുണയല്ല സാർ, വല്ലപ്പോഴും ഞാനത് ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ തീർത്തും നിർത്തി. അത് ഉപയോഗിച്ചത് കാരണം ഞാനൊരു തെറ്റ് ചെയ്തു. അന്ന് ഞാൻ ബെർണിയോടൊപ്പമായിരുന്നു താമസിച്ചിരുന്നത്. മേബിളും മറ്റും ചിലപ്പോൾ അവിടെ വരാറുണ്ട്. ഒരു ദിവസം കുറച്ച് ലഹരിയിൽ ഞാൻ ചെറിയ ഇവിടെ മേബിളി ശ്യാമയും വിളിക്കാൻ വന്നതാ. എന്നിട്ട് അവരിവിടെ ഇല്ലേ? ഉണ്ട്. വിളിച്ചാൽ എഴുന്നേക്കുന്ന സ്ഥിതിയിലല്ല. അവരിപ്പോ അങ്ങനെ ആയിപ്പോയി. ചെറിയ അവരെ പോലെ ആകരുത് കേട്ടോ. ഞാൻ പോണ്. പോകാൻ വരട്ടെ. എനിക്ക് ചെറിയോട് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ വഴിമാറും. എന്ത് കാര്യമായാലും നമുക്ക് പിന്നെ പറയാം. പിന്നെ എനിക്ക് പറയാൻ പറ്റില്ല. വളരെ നാളായി എന്റെ മനസ്സ് അത് കിടന്ന് നേറുക. എനിക്ക് ചെറിയെ ഇഷ്ടമാണ്. ഞാൻ കല്യാണം കഴിച്ചോട്ടെ. എന്നെ തുടരുത്. കുടിച്ച് കൂത്താടി നടക്കുന്ന നിങ്ങളെ ഞാനൊന്നല്ല ഒരു പെണ്ണ് ഇഷ്ടപ്പെടില്ല. എന്നെ ഇഷ്ടമാണെന്ന് മാത്രം പറയരുത്. കൈയെടുക്ക. ആ സംഭവത്തോടെ ചെറിയ എങ്ങോട്ടോ ഓടിപ്പോയി. ഞാൻ ചെയ്ത തെറ്റിന്റെ ഫലം. അന്നു മുതൽ ഞാനത് നിർത്തി. ഓ, അത് ശരി. അപ്പോ സറിയെ ബലാത്സംഗം ചെയ്ത് നശിപ്പിച്ച പോലെ മേബിളിനെ നശിപ്പിച്ചു, ഗർഭിണിയാക്കി. അല്ല സാർ, ഞാൻ ആകപ്പാട് ചെയ്തിട്ട് സറിയെ നശിപ്പിച്ചതാണ്. താൻ സറിയെ കുറിച്ച് പിന്നൊന്നും അന്വേഷിച്ചില്ലേ? ഒരു പിടിയും കിട്ടിയില്ല. സറിയ പോയതിന് പിറ്റേ ദിവസം, അതായത് മാർച്ച് 4-ന്. മാർച്ച് 4? എന്താ ആ ഡേറ്റിനൊരു പ്രത്യേകത? അതിന്റെ തലേ ദിവസമായിരുന്നു ഇപ്പോഴും എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ആ പാപം ഞാൻ ചെയ്തത്. എന്നിട്ട് മാർച്ച് 4-ന് അന്ന് ഞാൻ മേബിളിന്റെ വീട്ടിൽ പോയിരുന്നു. എന്തിന്? ചെറിയയുടെ അഡ്രസ്സിന് വേണ്ടി. മേബിളിനെ ഒന്ന് കാണാൻ. എന്നിട്ട് കണ്ടോ? കണ്ടില്ല. അവിടെ വന്നിട്ടില്ലെന്ന് സ്റ്റെല്ല എന്നോട് പറഞ്ഞു. സ്റ്റെല്ല അങ്ങനെ പറഞ്ഞു? പറഞ്ഞു സാർ. ഞാൻ ചെന്നപ്പോ സ്റ്റെല്ലയോടൊപ്പം ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. നിങ്ങളാരാ? എന്റെ പേര് വിൽസൺ. മേബിളിനെ ഒന്ന് കാണാൻ. ഇവിടെ വന്നില്ലല്ലോ. സറിയയോ? അവരാരും ഇങ്ങോട്ട് വന്നിട്ടില്ല. ശരി, ഞാൻ പിന്നെ വരാം. ആ ചെറുപ്പക്കാരനെ കണ്ടാൽ നിനക്ക് തിരിച്ചറിയാം? അറിയാം സാർ. എന്റെ അനുവാദമില്ലാതെ ഏരിയ വിട്ട് പുറത്തു പോകരുത്. മനസ്സിലായോ? വയ്ക്കോ.
വിൽസൺ മേബിളിനെ അന്വേഷിച്ചു വന്ന ദിവസം നിന്നോടൊപ്പം ഉണ്ടായിരുന്ന ചെറുപ്പക്കാരൻ ആരാ? സത്യം പറഞ്ഞില്ലെങ്കിൽ ഏത് ദേവേന്ദ്രമെന്ന് പറഞ്ഞാലും നിന്നെ ഇതിന് പുറത്തു വിടില്ല. അറിയാം, ടോണിയാണ്. ടോണിയോ? ആരാണ്? എന്റെ ബ്രദറാണ്. ഓഹോ, അപ്പോ മേബിൾ അവിടെ ഉണ്ടായിരുന്നു അല്ലേ? ശരി, നിന്റെ ബ്രദർ ടോണി അവിടെ വന്നു. അന്ന് അവിടെ എന്താ സംഭവിച്ചത്? അറിയാം. സറിഞ്ഞു വന്നതിന്റെ പിറ്റേ ദിവസം മേബിൾ അവിടെ വന്നിരുന്നു. അവൾ ആകെ അപ്സെറ്റ് ആയിരുന്നു. എനിക്കൊന്നും കേൾക്കണ്ട. ഹലോ, സാറില്ലല്ലോ. ഡൽഹി പോയിരിക്കുകയാണ്. വരാൻ ഒരാഴ്ചയാവും. പറയാം. ഓക്കെ. ടോണിയോ? നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഓ, വരാൻ പാടില്ലെന്നാണല്ലോ എന്റെ അളിയന്റെ ഓർഡർ. ടോണി, കല്യാണം കഴിക്കുന്നതിന് മുൻപ് അങ്ങനെ വിളിച്ചത് എന്റെ പുന്നാര പെങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലേ? ടോണി ഒന്ന് പതുക്കെ പറ. മേബിൾ എവിടെയുണ്ട്? അവൾ അറിഞ്ഞ പിന്നെ നമ്മുടെ പ്ലാൻ എല്ലാം തെറ്റും. നീ വാ. ഏത് നേരത്തും നിനക്ക് ഈ കുടി മാത്രമേ ഉള്ളൂ. ചേച്ചി അയാള് കല്യാണം കഴിക്കോ? അതോ ഇങ്ങനെ? മേബിളിന്റെ കല്യാണം കഴിഞ്ഞാ ഉടനെ ഞങ്ങളുടെ കല്യാണം നടക്കും. നടക്കും നടക്കും. ആദ്യം പഠിത്തം, ഇപ്പൊ കല്യാണം. കല്യാണം കഴിഞ്ഞാൽ കുട്ടി ഉണ്ടാവട്ടെ എന്ന് പറയും. എന്റെ പൊന്ന് ചേച്ചി, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. ഒരു കറിവേപ്പില പോലെ അയാൾ ചേച്ചിയെ വലിച്ചെറിയും. നിന്റെ കരുനാക്ക് വളയ്ക്കാതെ. അങ്ങനൊന്നും സംഭവിക്കില്ല. സംഭവിച്ചത് ഞാൻ കണ്ടതാണല്ലോ. എനിക്ക് വിശക്കുന്നു, വല്ലതും ഉണ്ടെങ്കിൽ താ. വേലക്കാരി വന്നിട്ടില്ല. ഞാൻ അടുക്കളയിൽ പോയി എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുവരാം. ചേച്ചി, ചേച്ചി, എനിക്ക് വിശന്നിട്ട് വയ്യ. ഫെർണാണ്ടസ്, നിങ്ങൾ എന്റെ ചേച്ചിയെ ഇത്രയും നാളും വഞ്ചിച്ചു. ഇപ്പൊ എനിക്ക് കിട്ടിയ ഈ അവസരം എന്റേത് മാത്രമാണ്. ഇന്നു മുതൽ നിങ്ങൾ ഇഞ്ചിഞ്ചായി വേദനിക്കുന്നത് എനിക്ക് കാണണം. നീ എന്ത് പണിയായി കാണിച്ചത്? ഫെർണാണ്ടസിന്റെ വളർച്ച കേളിപ്പടിയായ എന്റെ പെങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല. ഞാൻ എന്റെ ഇഷ്ടത്തിനാ അയാളോടൊപ്പം ജീവിക്കുന്നത്. ആണല്ലോ. അതെ. എന്നാലേ ഇത് എന്റെ ഇഷ്ടമാണ്. നീ ആര് ചോദിക്കാൻ? എടാ, ടോണി ഇപ്പോൾ എവിടെയുണ്ട്? പറയാൻ. ഫെർണാണ്ടസ് സാറിന്റെ എസ്റ്റേറ്റിലെ ഔട്ട് ഹൗസിലുണ്ടാവും. ടോണി, ടോണി, എഴുന്നേറ്റ്, എഴുന്നേറ്റ്. നിന്റെ ചേച്ചിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇപ്പോ? ഇന്നലെ രാത്രി. ഇപ്പൊ നിങ്ങളെയും. നോട്ടിക്സ്.
ഞാനത് ചെയ്യാൻ കാരണമുണ്ട് സർ. എന്റെ ചേച്ചി ഫെർണാണ്ടസിന്റെ പി ആയിട്ടാണ് അവിടെ എത്തിയത്. ക്രമേണ അവർ തമ്മിലടുത്തു. അത് നന്നായെന്ന് എനിക്കും തോന്നി. എന്റെ ചേച്ചിയെ അയാൾ കല്യാണം കഴിച്ചാൽ സ്വത്തിന് നല്ലൊരു ഭാഗം കൈക്കലാക്കാനുള്ള എന്റെ ദുരാഗ്രഹം. ഞാനും അതിന് കൂട്ടുനിന്നു. ചേച്ചി ഫെർണാണ്ടസിന് മാത്രമാണ് കിടക്കറ പങ്കിട്ടെന്ന് ധരിച്ച എനിക്ക് തെറ്റുപറ്റി. ഒരു ദിവസം ചേച്ചി അന്വേഷിച്ച് ഞാനിവിടെ ചെന്നു. ഡോണ്ട് വറി വിജയകുമാർ, ആളിവിടെ എത്തിയിട്ടുണ്ട്. അതെല്ലാം ഞാൻ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ശരി, ഏറ്റു. എന്താ ടോണി? ചേച്ചി ഒന്ന് കാണാൻ വന്നതാ. സ്റ്റെല്ല ഇവിടെ ഇല്ല, ബാങ്കിൽ പോയിരിക്കുക. പണം വല്ലതും ആവശ്യമുണ്ടോ? പണമൊന്നും ആവശ്യമില്ല. എനിക്ക് ചേച്ചിയോടൊരു കാര്യം പറയണം. നീ പോയിട്ട് നാളെ വാ. ഇന്ന് കണ്ടേ പറ്റൂ. ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം സർ. ആ നിൽക്കുന്നത് എന്റെ ചേച്ചിയുടെ പ്രേതമായിരിക്കും, അല്ലേ സാറേ? എനിക്കിപ്പറയണം, നിങ്ങൾ എന്റെ ചേച്ചിയെ വിവാഹം കഴിക്കോ? നമുക്ക് സമാധാനപരമായിട്ട് ഒരു സമാധാനം എനിക്ക് കേൾക്കണ്ട. 7 ദിവസത്തിനകം നിങ്ങൾ എന്റെ സഹോദരിയെ 4 പേരറിയെ വിവാഹം കഴിച്ചില്ലെങ്കിൽ ഞാനിത് പരസ്യമായി വിളിച്ചു പറയും. മിണ്ടി പോകരുത്. എടാ, മര്യാദയ്ക്ക് സംസാരിക്കണം. മര്യാദ? ഇത്തരം പണി ചെയ്യുന്ന നിങ്ങളാണോ എന്നെ മര്യാദ പഠിപ്പിക്കുന്നത്? ഏതുതരം പണി? പിന്നെ ഈ കണ്ടത്? എടാ, എവിടെയോ കിടന്ന നിന്നെയും നിന്റെ പെങ്ങളെയും തോളിലേറ്റ് ഞാൻ ഇവിടെ കൊണ്ടുവന്നു. ഇല്ലെങ്കിൽ നീ നിന്റെ പെങ്ങളായിട്ട് നടന്നേനെ. കണ്ടത്? നീ എന്റെ പേര് വിളിക്കാൻ മാത്രം മറന്നോടാ. കടന്നു പോടാ പുറത്ത്. മേലാ നീ എന്റെ പഠിക്കാത്ത കാലം കുത്തരുത്. അത് 7 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. 7 ദിവസമല്ല, 7 മാസം കഴിഞ്ഞിട്ടും അയാളുടെ ചേച്ചി വിവാഹം കഴിച്ചില്ല. അയാൾക്ക് മുകളിലേക്ക് ചവിട്ടിക്കയറാത്ത ഒരു ഏണിപ്പടിയായിരുന്നു എന്റെ ചേച്ചി. തന്നെയുമല്ല, ഫെർണാണ്ടസും മകളും ലണ്ടനിലേക്ക് സെറ്റിൽ ചെയ്യാൻ പോവുകയാണെന്ന് തിലക് എന്നോട് പറഞ്ഞു. അതെന്റെ മനസ്സിന്റെ താളം തെറ്റിച്ചു. എന്നിലെ പ്രതികാരം ആളിക്കത്തി. വീണ് കിട്ടിയ സന്ദർഭം ഞാൻ മേബിളിലൂടെ മുതലെടുത്തു. അതിൽ ഇവനുള്ള ബന്ധം എന്താണ്? ചെറുപ്പം മുതൽ ഞങ്ങൾ സുഹൃത്തുക്കളായിരുന്നു. ഒരു ദിവസം ചേച്ചി വന്ന് ബേർണിയും മേബിളും പ്രേമത്തിലാണെന്നും അവരുടെ വിവാഹം നടത്താൻ ഫെർണാണ്ടസ് പ്ലാനിടുന്നു എന്നും പറഞ്ഞു. ബേർണിയും മേബിളും അവരുടെ വിവാഹം നടത്തിയിരിക്കുന്ന കാണണം. നടക്കണം, നടന്നേ പറ്റൂ. ഇത് നടന്നാൽ ഞങ്ങളുടെ കല്യാണം വേഗം നടക്കും. അതുകൊണ്ട് ടോണി കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. ഇതാ, ഇത് വെച്ചു. കുഴപ്പമുണ്ടാക്കാതിരിക്കാൻ അയാൾ കൊടുത്തയച്ചായിരിക്കും, അല്ലേ? ഒരു ചില്ലിക്കാശ് പോലും നിനക്ക് തരരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അയാൾ അറിയാതെയാണ് ഞാൻ വന്നത്. ഇതാ, ഇത് വെച്ചോളൂ. പക്ഷേ ബേർണി മേബിളിനെ കല്യാണം കഴിക്കില്ലെന്ന് ചേച്ചി എന്നെ അറിയിച്ചു. ഇനി ഒരിക്കലും എന്റെ ചേച്ചി അയാൾ വിവാഹം കഴിക്കില്ല. മാസം തോറും അയാൾ എനിക്ക് തന്നിരുന്ന വരുമാനവും നിന്നു. എന്നിലെ പ്രതികാരം വീണ്ടും പത്തിവിടർത്തി. മയക്കുമരുന്നുകൾ കള്ളക്കടത്ത് നടത്തുന്ന ഫെർണാണ്ടസിനെ ഫെർണാണ്ടസ് മാത്രമല്ല, ബേർണിയുടെ ഫാദറാണ് അവരുടെ തലവൻ. സാറിനൊന്നും വിശ്വസിക്കാൻ പറ്റില്ല, അല്ലേ? ഉന്നതങ്ങളിലെ രഹസ്യമായ പരസ്യമാണത്. ആ ഫെർണാണ്ടസിനെ ഒരു പാഠം പഠിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചു. പക്ഷെ താമസിക്കാതെ തന്നെ വിധി അയാൾ വിളയാടി. മേബിൾ ആശുപത്രിയിലായി. അയാളുടെ പത്തി താണു. ആ താഴ്ന്ന പത്തിയിൽ ഞാൻ ആഞ്ഞു ചവിട്ടാൻ തീരുമാനിച്ചു. പറ്റിയ സന്ദർഭം എനിക്ക് ഒത്തുകിട്ടി. അയാളും ബേർണിയും വഴക്കിട്ട് പിരിഞ്ഞ ദിവസം ഞാൻ ഇവനെ കൂട്ടുപിടിച്ചു. ബേർണിയിൽ ഇവരുടെ പ്രതികാരത്തിന് ചൂടുപിടിച്ചു. അന്ന് രാത്രി ഞങ്ങൾ ബേർണിയുടെ വീട്ടിലെത്തി. ആരുമില്ല. ഞാൻ പിന്നെ വരാം.
എനിക്ക് പേടിയില്ല. ഞാൻ തീർത്തും പറഞ്ഞാണ് മേബിളിനെ ഞാൻ നശിപ്പിച്ചിട്ടില്ലെന്ന്. അങ്കിൾ ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ അങ്ങോട്ടാവാം. അങ്കിളിന്റെ രൂപവും ഭാവവും കണ്ടപ്പോ എനിക്ക് എന്തോ ഒരു പേടി. അങ്കിൾ വരുന്നുണ്ടോ? വരട്ടെ. ആ അങ്കിൾ വരട്ടെ, ഞാൻ സംസാരിച്ചോളാം. ഓക്കെ. ആ പരിചയം പുതുക്കാൻ വേണ്ടി വന്നതാ. അതും ഫെർണാണ്ടസ് മുതലാളി വരുന്നതിന് മുമ്പേ വേണം. എങ്കിലേ ഞങ്ങളുടെ പ്ലാൻ വിജയിക്കൂ. വാട്ട് പ്ലാൻ? ഇന്ന് ഒരു കത്തി വാങ്ങിക്കൊണ്ടുവന്നു. ഞാൻ ചോദിച്ചു, എന്തിനാടാ ഈ മൂർച്ചയില്ലാത്ത കത്തി എന്ന്. ഇവൻ പറഞ്ഞു മൂർച്ചയുണ്ടെന്ന്. എവരുടെ കത്തി? ഇതാ. ഇതിന് മൂർച്ചയുണ്ടോ എന്ന് നിങ്ങൾക്കൊന്ന് പരിശോധിക്കണം. പീറ്റർ, ഫെർണാണ്ടസ് വന്നാൽ പോലീസ് സ്റ്റേഷനിൽ ഫോൺ ചെയ്ത് അയാളെ കൊടുക്കാൻ ഞങ്ങൾ വെളിയിൽ കാത്തിരുന്നു. പക്ഷേ അയാൾ വന്നില്ല. കോൺസ്റ്റബിൾ, സാർ. ഇവര് ലോക്കപ്പിലിടൂ. ശരി സാർ. ഞാൻ SP കണ്ടിട്ട് വരാം. ഇങ്ങോട്ട് വാ. അങ്ങോട്ടല്ല, ഇങ്ങോട്ട്. അതാണ് എനിക്കും അറിയേണ്ടത്. എന്റെ മകൻ കൊല്ലപ്പെട്ടിട്ട് ഇന്ന് 7 ദിവസം കഴിഞ്ഞു. എന്തുകൊണ്ട് നിങ്ങൾ എന്നെ അറിയിച്ചില്ല? ഞാൻ വിജയകുമാറിനോട് നിങ്ങളെ വിവരം അറിയിക്കാൻ പറഞ്ഞിരുന്നു. മദ്രാസിൽ നിന്ന് ലണ്ടനിലേക്കുള്ള ടെലിഫോൺ കണക്ഷൻ ഇപ്പോഴും ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. പോലീസ് പല പ്രാവശ്യം വന്നു. ബേർണിയുടെ മരണം മയക്കുമരുന്നുമായി ബന്ധപ്പെടുത്തിയാണ് കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്. സോ വാട്ട്? നിങ്ങൾക്കറിയില്ല, ലോകത്ത് ഏറ്റവും കൂടുതൽ ശിക്ഷ അർഹിക്കുന്ന ഒന്നായി മയക്കുമരുന്ന് കള്ളക്കടത്ത്. അതാണ് നമ്മൾ ചെയ്യുന്ന തൊഴിൽ. അതുകൊണ്ടാണ് ഞാൻ ബന്ധപ്പെടാൻ തീരുമാനിച്ചത്. നമ്മൾ വിതച്ച വിശക്കനി നമ്മുടെ മക്കൾ തന്നെ പറിച്ചിരുന്ന് ആരറിഞ്ഞു. സ്വന്തം മകൻ മരിച്ചപ്പോഴാണ് നിങ്ങൾക്ക് ബുദ്ധി ഉദിച്ചത്. എത്ര തവണ ഞാൻ ഉപദേശിച്ചു ഈ തൊഴിൽ നിർത്താൻ. അപ്പോഴൊന്നും നിങ്ങൾ സമ്മതിച്ചില്ല. കോടീശ്വരനല്ലേ, ഒരു കാര്യം ചെയ്യ്. കുറെ അധികം പണം വാരിക്കൊടുത്ത് ഏതെങ്കിലും ഒരു കടയിൽ ചെന്നൊരു മകനെ വാങ്ങാൻ നോക്ക്. ഫെർണാണ്ടസ്, അതെ, ബേർണി ഇവിടെ വരണ്ടായിരുന്നു. എങ്കിൽ എന്റെ മകൾക്ക് ഈ നില വരില്ലായിരുന്നു. അവനാണ് എന്റെ മോളെ നശിപ്പിച്ചത്. അപ്പോ ആ റിവെഞ്ചിനായിരിക്കും നിങ്ങൾ എന്റെ മകനെ കൊന്നത്. സൈമൺ, നിങ്ങൾ എന്റെ മകനെ കൊന്നു. പകരം തനിക്ക് എന്നെ കൊല്ലണം. കൊല്ല്. പോലീസ് തിരിച്ചും മറിച്ചും ചോദ്യം ചെയ്തിട്ടും നമ്മുടെ ബിസിനസ് രഹസ്യങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. കുറെ സമ്പാദിച്ചു കൂട്ടിയതല്ലാതെ അന്ന് വഴിയിൽ വെച്ച് കണ്ട ആ പഴയ ഫെർണാണ്ടസ് തന്നെ ഞാനിപ്പോഴും. ഐ ആം സോറി. എന്റെ ടെൻഷനിൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. എന്റെ മാനസികാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കാത്തത് എന്താ? കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി നടക്കാൻ പോകുന്ന കാര്യത്തെ പറ്റി ചിന്തിക്കാം. വിജയകുമാറിന്റെ വീട്ടിൽ റെയ്ഡ് നടന്നു. കസ്റ്റംസുകാർ എന്തൊക്കെയോ രേഖകൾ കണ്ടെടുത്തിട്ടുണ്ട്. അന്വേഷണം നമ്മളിലേക്കും ബാധിക്കാം. എനിക്ക് പേടിയില്ല. ഫെർണാണ്ടസ്, ഞാൻ സത്യം തുറന്നു പറയാൻ തീരുമാനിച്ചു. പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം. ഞാനില്ല. വരൂ ഇൻസ്പെക്ടർ, ഞാൻ അങ്ങോട്ട് വരാതിരിക്കുകയായിരുന്നു. വിലങ്ങ് കൊണ്ടുവന്നിട്ടില്ലേ? സംശയിക്കണ്ട, ഫെർണാണ്ടസ് തന്നെയത്. മാർട്ടിൻ ഫെർണാണ്ടസ്. നിങ്ങൾക്ക് എന്നെ അറസ്റ്റ് ചെയ്യാം. അത്രയ്ക്ക് വലിയ രാജ്യദ്രോഹമാണ് ഞാൻ ചെയ്തത്. അതിനുള്ള ശിക്ഷ ഞാൻ അർഹിക്കുന്നു. പക്ഷേ ഞാൻ ജീവന തുല്യം സ്നേഹിച്ച എന്റെ മകൾ എനിക്ക് നൽകിയ വേദന, അതിൽ കൂടുതൽ ഒരു ശിക്ഷയും ഒരു ജഡ്ജിയും എനിക്ക് തരാൻ പോകുന്നില്ല. അറസ്റ്റ്. ഞങ്ങൾ 3 പേരായിരുന്നു. വിജയകുമാർ, സൈമൺ ഇമ്മാനുവൽ, മാർട്ടിൻ ഫെർണാണ്ടസ്. ഇപ്പൊ വിജയകുമാറിനെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ സൈമൺ ഇമ്മാനുവൽ അയാൾ ഈ മുറിയിലുണ്ട്.
കോൺസ്റ്റബിൾ ബോഡി പോസ്റ്റ്മോർട്ടം അയച്ചു. യെസ് സർ. ഞാൻ അയാളെ കൊന്നു. അയാളത് അറിയിച്ചിരുന്നു. സാർ, എനിക്ക് ഒറ്റ ആഗ്രഹം കൂടിയുണ്ട്. ജയിലിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരേ ഒരു പ്രാവശ്യം എനിക്ക് എന്റെ മകളെ ഒന്ന് കാണണം. അതിനെന്നെ അനുവദിക്കണം. ഡ്രിങ്ക്സ് കഴിക്കാറുണ്ടോ? വല്ലപ്പോഴും. സ്മോക്കിംഗ് ഉണ്ട്. ഇത് രണ്ടും നിങ്ങൾ നിർത്തണം. മേബിൾ. നോ, സേ ഡോക്ടർ. മോളെ, 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 എന്നെ ഡാഡി ഒന്നും വിളിക്കും. ഒറ്റ പ്രാവശ്യം. ഡാഡി, ഡാഡി, എനിക്ക് സ്വപ്നം കാണാൻ